കരങ്ങൾ രണ്ടും കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകനിലൂടെ 48-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പറഞ്ഞെന്നാണെന്നറിയാവോ? നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവായ ഞാൻ ഇത് അരുളി ചെയ്യുന്നു. എന്നതാ? നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും നന്മയായിട്ടുള്ളത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ നിത്യനന്മയായ നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതൊന്നും സംഭവിക്കരുതെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പാപത്തിൽ വീഴാതെ ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നത്. തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവിന്റെ പരിശുദ്ധ രക്തം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നത്. ഈ ലോകത്തിലും ജനമോഹങ്ങളിലും ലോകത്തിന്റെ വ്യാപാരങ്ങൾക്കും ദൈവനിഷേധത്തിലും നിരീശ്വരവാദത്തിലും ഒന്നും കടന്നു പോകാതെ ഇതാ കർത്താവിന്റെ സ്നേഹം, അവനിലുള്ള സാന്നിധ്യം, അവന്റെ സാന്നിധ്യമൊക്കെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നത് നമ്മളിൽ നന്മ മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഇതാ നിന്റെ ജീവിതം സമാധാനപൂർണമാകാൻ കർത്താവ് പറഞ്ഞത് എന്താ? നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ സമാധാനം നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും നിറയുമായിരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ നിന്റെ വചനം കേട്ടവരാണ് ഞങ്ങൾ, നിന്നെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. ഈശോയെ, നിന്നോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ നിരന്തരം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത് സഹനങ്ങളിലും നിന്നെ സ്നേഹിച്ച് വേദനകളിലും നിന്നോട് ചേർന്നിരുന്ന് കർത്താവെ, ജീവിതത്തിൻ്റെ സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ മഹത്വപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഈശോയെ, ഞങ്ങളെ കൊണ്ടാവുന്ന വിധമൊക്കെ പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. നിന്നോട് ചേർന്നിരിക്കാൻ, നിന്നെ കേൾക്കാൻ, നിന്റെ സ്നേഹബന്ധത്തിൽ നിരന്തരം വ്യാപരിക്കാൻ ഒക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കർത്താവെ പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയോട് പറ, ഈശോ നീ എന്നെ സഹായിക്കുക. നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ബലഹീനതകളിൽ നീ എന്നെ സഹായിക്കുക. പരിശുദ്ധാത്മാവിനെ അയച്ച് നീ എന്നെ സഹായിക്കാൻ പറ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ഈശോയെ നിനക്ക് പറ്റുമല്ലോ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ദൈവമേ ഈശോയെ നിനക്ക് പറ്റുമല്ലോ. ഞങ്ങളുടെ കുറവുകളെ നീ നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മോനെ, നിങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്, അതെല്ലാം ഈശോ കൊടുക്കുക. നമുക്കിതിനകത്തൊന്നും നമുക്കായിട്ട് ഒരു പരിഹാരം കണ്ടെത്താനില്ല. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമൊന്നും അല്ല പലതും. നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതിനപ്പുറമായി ചില പ്രശ്നങ്ങൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ പരിധിക്കുള്ളിലും ഒതുങ്ങാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും. ദൈവം പ്രവർത്തിക്കണ്ടേ? ആത്മാവ് നമുക്ക് വേണ്ടി ചലിക്കണ്ടേ? ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായാലല്ലേ മക്കളെ അത്ഭുതം കാണാൻ പറ്റൂ. പ്രാർത്ഥിക്കാം. ആത്മാവെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം കാണാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതകളെ കൊടുത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സങ്കടങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ നൊമ്പരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ ആശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഊർജമാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിയാണ് ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം. ഈശോയുടെ ആശീർവാദം ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും ഈശോയെ വിളിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ